ഒരു സേവനവും നൽകാതെ കരിമണൽ കമ്പനിയിൽ നിന്നും കോടിക്കണക്കിന് രൂപ വീണ വിജയൻ വാങ്ങി എന്നത് ഒരു എസ്റ്റാബ്ലിഷ്ഡ് ഫാക്റ്റാണ്. ഇനി അതിൻ്റെ അകത്ത് ആർക്കും തർക്കമില്ല. വീണ വിജയനും തർക്കമില്ല, CPM തർക്കമില്ല, പിണറായി വിജയനും തർക്കമില്ല. പക്ഷേ ഇനി അടുത്ത ഘട്ടം എന്ന് പറയുന്നത്, ഇപ്പോൾ അതിൻ്റെ അകത്ത് ഇപ്പോൾ അന്വേഷണം നടക്കുന്ന ആസ്പെക്റ്റ് എന്ന് പറയുന്നത്, ഈ അഴിമതി പണം ബാങ്കിലൂടെ വാങ്ങി അതിന് ടാക്സ് അടയ്ക്കുക വഴി അത് വൈറ്റ് മണി ആക്കാൻ ഉള്ള പരിശ്രമമാണ് നടത്തിയത്. അതാണ് EDയുടെ പെർവ്യൂവിൽ വരുന്ന PMLA ആക്ടിൻ്റെ അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരുന്ന കാര്യം എന്ന് പറയുന്നത്. പക്ഷേ ഏറ്റവും കാർഡിനലായിട്ടുള്ള ക്വസ്റ്റ്യൻ നിൽക്കുകയാണ്. ആ കാർഡിനലായിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, എന്തിനു വേണ്ടിയാണ് ഈ കോടിക്കണക്കിന് രൂപ കൊടുത്തത്? അതായത് ഒരു സേവനവും നൽകാതെ കരിമണൽ കമ്പനിയിൽ നിന്നും കോടിക്കണക്കിന് രൂപ വാങ്ങി, അത് ബാങ്ക് മുഖാന്തരം വാങ്ങി, അത് തനിക്ക് നിയമപരമായി കിട്ടാനുള്ള പൈസയാണെന്നുള്ള രീതിയിൽ കള്ളപ്പണം വെളുപ്പിക്കാൻ ശ്രമിച്ചതാണ് EDയുടെ പെർവ്യൂവിൽ വരിക. പക്ഷെ എന്തിനു വേണ്ടി കൊടുത്തു എന്നുള്ള ചോദ്യം ഇപ്പോഴും വലിയ ചോദ്യം. ഈ മാസപ്പടി വിഷയം കേരള പൊതുസമൂഹത്തിന് മുമ്പിൽ വന്ന ആ നാൾ മുതൽ ഞാൻ ആവർത്തിച്ചുന്നയിക്കുന്ന ചോദ്യം അവിടെയാണ്. എന്തിനു വേണ്ടി പണം നൽകി? അതിനെക്കുറിച്ച് അന്വേഷിക്കുമ്പോഴാണ് അഴിമതിയുടെ കാര്യങ്ങൾ വരികയും വീണ വിജയൻ്റെ പിതാവായ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിൻ്റെ പ്രതിപട്ടികയിലേക്ക് വരേണ്ട സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നത്. കാരണം നമുക്ക് ഏതൊരു സാധാരണക്കാരനും ആലോചിച്ചാൽ അറിയാം, ഒരു കാര്യവുമില്ലാതെ ആരും കോടിക്കണക്കിന് രൂപ കൊടുക്കത്തില്ലല്ലോ. ആർക്കും ഒരു പ്രയോജനവും ഇല്ലാതെ വെറുതെ പോകുന്ന ആർക്കെങ്കിലും കോടിക്കണക്കിന് രൂപ കൊടുക്കത്തില്ലല്ലോ. അപ്പോൾ കോടിക്കണക്കിന് രൂപ കൊടുത്തത് ആ കമ്പനി എന്തിനു വേണ്ടി കൊടുത്തു? ആർക്ക് വേണ്ടി കൊടുത്തു? വീണ വിജയന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, ഒരു സേവനവും നൽകാനില്ല, അവരുടെ കമ്പനിയുമായി ഒരു സേവനം കിട്ടിയിട്ടില്ലെന്ന് ഇവർ തന്നെ പറഞ്ഞു. പിന്നെ യഥാർത്ഥ സേവനം കിട്ടിയത് PVയിൽ നിന്നാണ്, പിണറായി വിജയനിൽ നിന്നാണ്. ഒരുപാട് ഇൻസ്റ്റൻസ് നമ്മുടെ മുമ്പിലുണ്ട്. അതായത് ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു, സുപ്രീം കോടതി അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശം വന്നിട്ടും കരിമണൽ കർത്തയുടെ പേരിലുണ്ടായിരുന്ന CMRLൻ്റെ പേരിലുണ്ടായിരുന്ന ലീസ് ക്യാൻസൽ ചെയ്യാതിരുന്നത് പിണറായി വിജയൻ ചെയ്ത ഒന്നാമത്തെ സേവനം. രണ്ടാമത്തെ സേവനം, കരിമണൽ എടുക്കാൻ വേണ്ടി മൈനിങ് ലൈസൻസ് ഇല്ലാതെ, മൈനിങ് പെർമിഷൻ ഇല്ലാതെ എടുക്കാൻ കഴിയാതിരുന്ന കരിമണലിനെ ദുരന്ത നിവാരണത്തിൻ്റെ പർവിയിൽ കൊണ്ടുവന്നു. അതായത് പിണറായി വിജയൻ്റെ കീഴിലുള്ള ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പർവിയിൽ കൊണ്ടുവന്ന് അവിടെ നിന്നും കരിമണൽ എടുക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തത്, അല്ലെങ്കിൽ കരിമണൽ എടുത്തത് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, ഇന്നും ഒരുപക്ഷെ ലാൻഡ് സീലിങ്ങിൻ്റെ പരിധി വിട്ട്, അതായത് ഒരാൾക്ക് കൈവശം വയ്ക്കാവുന്ന ഭൂമിയുടെ പരിധി വിട്ടുള്ള 60 ഏക്കറോളം സ്ഥലം ഇപ്പോഴും CMRLൻ്റെ കൈവശം ആലപ്പുഴയിലെ തോട്ടപ്പള്ളി പ്രദേശത്തിരിക്കുകയാണ്. വലിയ കരിമണൽ ഡിപ്പോസിറ്റുള്ള, വലിയ ധാതുക്കളുടെ വലിയ പ്രാധാന്യമുള്ള ആ സ്ഥലത്തിന് എക്സംപ്ഷൻ നൽകിയത്, അതായത് ആ സ്ഥലം തിരിച്ചു പിടിക്കാൻ വേണ്ടി, അതായത് അർഹതയിൽ കൂടുതലുള്ള അല്ലെങ്കിൽ നിയമം അനുശാസിക്കുന്നതിനപ്പുറമുള്ള സ്ഥലം കൈവശം വെച്ചിരിക്കുന്നു എന്നതുകൊണ്ട് ആ സ്ഥലം തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടി റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ആരംഭിച്ചതിന് പിന്നാലെ ജില്ലാ കളക്ടർ ഇത് വ്യവസായ ആവശ്യത്തിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞ് എല്ലാ നോംസും ലംഘിച്ചുകൊണ്ട് അവർക്ക് എക്സംപ്ഷൻ നൽകിയിട്ടുണ്ട്. ഇതുപോലുള്ള സേവനങ്ങൾ. പിന്നെ ഏറ്റവും ഒടുവിലായി ഞാൻ കേരളത്തിന് മുമ്പിൽ കൊണ്ടുവന്ന ഒരു ഓഡിയോ ടേപ്പില്ലേ, അതായത് മുൻപ് ഇതേ ക്യാബിനറ്റിൽ മന്ത്രിയായിരുന്ന, പഴയ ജലസേചന വകുപ്പ് മന്ത്രിയായിരുന്ന കൃഷ്ണൻകുട്ടി പറഞ്ഞ വാക്കുകൾ നിങ്ങൾ കേട്ടില്ലേ? അതായത് പ്രളയം എന്ന് പറയുന്നത് മനുഷ്യനിർമ്മിത പ്രളയമാണ് എന്ന് നമ്മൾ കേട്ടു. എങ്ങനെയാണ് വെള്ളത്തിൻ്റെ അളവ് കൂടുന്നതനുസരിച്ച് വെള്ളം തുറന്നു വിടേണ്ടിയിരുന്നുവെങ്കിൽ പരമാവധി മണലെടുത്ത് മാറാൻ വേണ്ടി, മണലെടുക്കുന്നതിന് വേണ്ടി ആ തോട്ടപ്പള്ളി സ്പിൽവേ തുറക്കാതെ വെച്ചുകൊണ്ടിരുന്നതാണ് അവസാനം പ്രളയത്തിന് കാരണമായത് എന്ന് കേരളം കേട്ടത് എൻ്റെ ശബ്ദത്തിലൂടെയല്ല, പിണറായി വിജയനൊപ്പം ക്യാബിനറ്റിലിരുന്ന കൃഷ്ണൻകുട്ടി എന്ന മന്ത്രിയുടെ ശബ്ദരേഖയിലൂടെയാണ്.
ആ ശബ്ദരേഖ ഞാൻ പുറത്തുവിട്ടപ്പോൾ അതിനെ നിഷേധിക്കുകയും അത് ആണെന്ന് പറയുകയും എനിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. നാളിതുവരെ ഒന്നും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, 100% സത്യമായ കാര്യമാണ്. കരിമണൽ എടുക്കുന്നതിന് വേണ്ടി ആ എല്ലാ നിയമങ്ങളും, എല്ലാ നോംസും, എല്ലാ സ്റ്റാൻഡേർഡ്സും കാറ്റിൽ പറത്തി സ്പിൽവേ തുറക്കാതെ വെച്ചോണ്ടിരുന്ന് ആ കരിമണൽ എടുക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തോണ്ടിരുന്നതാണ് ചെങ്ങന്നൂരിലും റാന്നിയിലുമൊക്കെ ഇത്രയും വലിയ വെള്ളപ്പൊക്കത്തിന് കാരണമായത്. മനുഷ്യനിർമ്മിതമായ പ്രളയമാണ് എന്ന് ഏറ്റവും ഒടുവിൽ ഇതിന്റെ അഴിമതി അന്വേഷിച്ചെത്തുമ്പോൾ കേരളം കൊടുക്കേണ്ടി വന്ന വില എത്ര വലുതായിരുന്നുവെന്ന് നിങ്ങൾ ചിന്തിക്കണം. അതായത് മാസപ്പടി അഴിമതിയുടെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇതിനെക്കുറിച്ച് യഥാർത്ഥമായ ആത്മാർത്ഥമായ ഒരു അന്വേഷണം നടന്നാൽ കേരളത്തിന് വിശ്വസിക്കാൻ പ്രയാസപ്പെടുന്ന കാര്യങ്ങളാണ് പുറത്തു വരാൻ പോകുന്നത്. ഇതെല്ലാം നടന്നിട്ടുള്ളത് പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരുന്നത് കൊണ്ട് മാത്രമാണ്. അതല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ഖനനത്തിന് അനുമതിയില്ലാതെ എത്ര ലക്ഷം ടൺ മണ്ണാണ് അവിടെ നിന്ന് പോയത്? ദുരന്ത നിവാരണത്തിന്റെ പേരിൽ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ പിണറായി വിജയനാണ് എന്നതുകൊണ്ട് അദ്ദേഹം വിളിച്ചു ചേർത്ത മീറ്റിംഗിൽ നിന്നും ആരംഭിച്ചതാണ്. ആരംഭിച്ച മീറ്റിംഗിൽ നിന്നും ഒടുവിൽ പെർമിഷൻ കിട്ടി തോട്ടപ്പള്ളിയിൽ നിന്നും അല്ലെങ്കിൽ പുറക്കാട് നിന്നും ഒക്കെ ലക്ഷക്കണക്കിന് ടൺ കരിമണൽ കടത്തിയത് എങ്ങനെയാണ്? അതിനുള്ള സൗകര്യം ചെയ്തു കൊടുത്ത ആരാണ്? അതിനുള്ള സൗകര്യം ചെയ്തു കൊടുത്തത് പിണറായി വിജയനാണ്. ആ പിണറായി വിജയന്റെ മകൾക്കാണ് ഈ കമ്പനി കോടാനുകോടി രൂപ ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്.